ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നും അപ്പൂസ് കിച്ചണിൽ പതിവ് പോലെ എൻ്റെ വീട്ടുവിശേഷങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ വ്ളോഗിൽ ഒത്തിരി റെസിപ്പീസും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് ചെയ്തേക്കണേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയും ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. ഇന്ന് നമ്മുടെ അപ്പൂസിന് ഓൺലൈൻ ക്ലാസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി രാവിലെ എണീറ്റ് നല്ല റിലാക്സ് ആയിട്ട് നടക്കുകയാണ്. സ്കൂളിലൊന്നും പോവേണ്ടതില്ലല്ലോ. അപ്പൂനെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് റേഷൻ കടയിൽ പോവാമോ എന്ന് ചോദിച്ചു. അവൾ ഇതുവരെ റേഷൻ കട കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പു റേഷൻ കട കണ്ടിട്ടുണ്ടോ? നമുക്കിന്ന് അവിടെ വരെ പോവാട്ടോ. മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ ആകുമ്പോൾ വീടിൻ്റെ മുൻവശത്തെ പുൽത്തകിടിയിൽ കൊണ്ടുവന്നാക്കും. മുയൽ കുഞ്ഞുങ്ങൾ കുറച്ചു നേരം പുല്ലൊക്കെ തിന്ന് ഓടിച്ചാടി കളിച്ചൊക്കെ ഇരിക്കും. മർവാനും ജാസ്മിനും സ്കൂളുണ്ട്. അവന് പ്രാതൽ കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവൻ ഇൻസുലിനൊക്കെ വെക്കേണ്ടതുണ്ട്. അവനത് മറന്നു പോകാതിരിക്കാൻ ഞാൻ തന്നെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ ഊണിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാനുണ്ട്. അതിനായിട്ട് ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ടു. അപ്പൂനെയും കൊണ്ട് റേഷൻ കട വരെ പോയിട്ടുണ്ട്. കാലത്ത് പോയാൽ അധികം തിരക്കില്ലാതെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 12 മണിക്കുള്ളിലായിട്ട് പെട്ടെന്ന് റേഷൻ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വരാറ്. അല്ലെങ്കിൽ മാസിയും പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരും. ഇന്നിപ്പോൾ അപ്പൂനെയും കൂട്ടി പോകുന്നത് കൊണ്ട് തന്നെ ഞാനും അപ്പൂസും കടയിലേക്ക് ചെന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റേഷൻ കട. അതുകൊണ്ട് പെട്ടെന്ന് പോയി വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ആദ്യം അവരെ കൊണ്ടുപോയി കാണിക്കാവുന്നതാണ്. എൻ്റെ മോനൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടിലെ ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ കൊണ്ടാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളും. നമ്മുടെ ബാങ്കിങ്ങിൻ്റെ കാര്യമായാലും അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാനുള്ളതാണെങ്കിലും ഒക്കെ മക്കൾ തന്നെ നോക്കിക്കോളൂ കേട്ടോ. മാസിനൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട്.
വേറൊന്നില്ല, പക്ഷെ അന്തരീക്ഷത്ത് ഏറെ ജീവിക്കുന്നത്. ഞാൻ അതിന്റെ പേരുണ്ടോ നമുക്ക് പേരൊന്നുമില്ല, അങ്ങനെ ജീവിക്കും. അത് സക്കുലന്റ് നാട്ടിൽ എയർ സക്കുലന്റാ. റേഷൻ കടയിലേക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ മധുരക്കിഴങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോറ് വാർത്ത ഉടനെ അതേ അടുപ്പിൽ ഞാനൊരു മൺചട്ടിയിൽ മധുരക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയൂണൊക്കെ റെഡിയായി കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ലെമണേഡ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് ജാസ്മിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവൾ സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം തന്നെ തണുത്ത വെള്ളമാണ് കുടിക്കാറ്. അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങാ വെള്ളമൊക്കെ കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മാസിനും ബാപ്പായും തളിപ്പറമ്പ് വരെ പോയിട്ടുണ്ടായിരുന്നു. അവർ തളിപ്പറമ്പിൽ പോയിട്ട് കുറച്ചുകൂടി കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഇതിനെ കൂടി വളർത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതുകൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഴ, കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അനിയനും കൂടി അവരൊന്നിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്നു. വൈകുന്നേരത്തേക്കുള്ള ചായക്ക് സ്നാക്സ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ രാത്രിയിലേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ അനിയൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനിഷ്ടമുള്ള പത്തിരിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവനിഷ്ടമുള്ള പത്തിരിയൊക്കെ ഉണ്ടാക്കി തേങ്ങാപ്പാലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, എങ്കിൽ കൂടി അറിയാത്തവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കോളിഫ്ലവർ നന്നായി കഴുകിയെടുത്ത് ഇതളുകളാക്കി വെച്ചിട്ട് അല്പനേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. ഇനിയിപ്പം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇത് അത്രക്ക് അങ്ങോട്ട് കുക്കഡായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ തിളച്ച വെള്ളം ചേർത്ത് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കോൺഫ്ലോർ, നമ്മുടെ മുളക് പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വായിച്ചിട്ട് അതിൻ്റെ അളവുകൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ വാങ്ങിക്കുമ്പോൾ മിക്ക ആൾക്കാരും ചെറിയ പാക്കാണല്ലോ വാങ്ങിക്കാറ്. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചെറിയ കുറച്ച് അളവിലുള്ള ചെറിയ കാർട്ടൺസാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറുണ്ടായത്. അപ്പോൾ എൻ്റെ അനിയത്തി ഈയിടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു തന്നു, വലിയ അളവിൽ കോൺഫ്ലോർ വാങ്ങിക്കുന്നതാണ് നമുക്ക് ലാഭമെന്ന്. നമ്മൾ ഇടയ്ക്കിടെയൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ ഇത്. അപ്പോൾ ഇത് ഒത്തിരി അധികം വാങ്ങിച്ചു വെച്ചാലും നമുക്കിത് യൂസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിലവ് ചുരുക്കാൻ ഇത് കാരണമാവും കേട്ടോ. പല കാര്യങ്ങളും വലിപ്പ ചെറുപ്പമില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാനാകും അല്ലേ. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം വറുത്ത് കോരിയെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട സോസ് തയ്യാറാക്കണം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്.
അപ്പോൾ ആ സോസ് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, നമ്മുടെ സവാള ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ക്യാപ്സിക്കം അരിഞ്ഞെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കുന്നത്. ആ സോസ് ഒന്ന് നന്നായി തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോബി മഞ്ചൂരിയൻ കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. അവസാനമായിട്ട് ഇതിൽ ചേർക്കേണ്ട സാധനമാണ് സ്പ്രിംഗ് ഓണിയൻ. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്താൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ അനിയനെ യാത്രയേക്കാൻ ഞങ്ങളെല്ലാവരും ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഉമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രേപ്പ് ജ്യൂസൊക്കെ നൽകുന്നുണ്ട്. ഉപ്പയും മാസിനും ചേർന്ന് അനിയൻ്റെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇളയമ്മയും അമ്മായിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അനിയനാണെങ്കിൽ മക്കളോടൊക്കെ ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിൻ്റെയും മക്കൾസിനൊക്കെ ഞങ്ങൾക്കടക്കം വലിയ വിഷമമാണ് കേട്ടോ ഇവൻ പോകുമ്പോൾ. അപ്പം എല്ലാവരും വലിയ വിഷമത്തോടെ പിരിയുന്നുണ്ട്. വളരെ കുറച്ച് ദിവസത്തെ ലീവിനായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞതുപോലെ തോന്നുന്നു. പക്ഷെ ഉണ്ടായിരുന്ന കുറച്ച് നാളുകൾ ഞങ്ങളെല്ലാവരും ചേർന്ന് കളർഫുള്ളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പട്ടം പറത്തലൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അനിയൻ മക്കളൊക്കെ കൂട്ടി സ്പൈഡർമാൻ ഫിലിം റിലീസാകുന്ന അന്ന് എല്ലാവരും പോയി ചെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ധാരാളം ഗെയിംസ് മക്കളുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തീൻ്റെ വീട്ടിൽ ഒരു ദിവസം എല്ലാവരും സ്റ്റേ ചെയ്തിട്ട് അന്നായിരുന്നു കേട്ടോ മക്കളും അനിയനും ഞങ്ങളെല്ലാവരും കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത്. എന്തായാലും എല്ലാ സന്തോഷങ്ങൾക്കും ഒരു പരിസമാപ്തിയുണ്ട്. യാത്രാ ആപ്പുകളാണെങ്കിൽ വേദനാജനകവുമാണ്. അതാണെങ്കിൽ അനിവാര്യമാണല്ലേ. അപ്പോൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യാതൊരു മടിയും കൂടാതെ എന്നെ എഴുതി അറിയിക്കുക. നിങ്ങൾ നൽകുന്ന എൻകറേജ്മെൻറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതും എനിക്കിതൊക്കെ ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടാത്തതും. അപ്പോൾ നിങ്ങളെല്ലാവരും അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഉറങ്ങിയാണ് ചേർന്നത് എല്ലാം. എൻ്റെ കണ്ണെന്താ ചോന്നിന്? ആ ഹാപ്പി ജേർണി. പീസ് എടുത്ത് റപ്പു